ചതുരപ്പയറേ മുറ്റിയിട്ടാ നമുക്ക് പറിക്കാം. വേണ്ടേ ഒരുപാട് മുറ്റി അങ്ങ് ഇതാവണേന് മുന്നേ പറിക്കാം നമുക്ക്. ഇതിൻ്റെ 2 പറിച്ചു. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കട്ടെ. എൻ്റെ കുഞ്ഞു നിൽക്കുന്നേ ഉള്ളൂ. നിറയെ പൂ വരുന്നുണ്ട്. ഒന്ന് വൃത്തിയാക്കി ഇടണം. അപ്പോഴേക്കും ബാക്കി കായൊക്കെ ആയി വരും. നിറയെ പൂ പിടിക്കുന്നുണ്ട്. ഇത് ഉള്ളി മാറ്റി നട്ടതാണേ. പിന്നെ നമ്മുടെ മുഞ്ഞ കയറിയ പയറിന് നമ്മൾ CM സൊല്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഹരിതശ്രീയുടെ നമ്മുടെ കർഷക സംഗമത്തിൽ നിന്ന് വാങ്ങിയ ഇത് CM സൊല്യൂഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നു കേട്ടോ. കാരണം ഇത് നന്നായി കായ്ച്ചു നിന്ന പയറാണേ. നിറച്ച് കായ്ച്ചു നിന്ന പയറിൽ മുഞ്ഞ കയറിയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ മുഞ്ഞ ഏകദേശമൊക്കെ പോയി ഒരുവിധം ഒന്ന് കര കയറി പയറൊക്കെ ഒന്ന് നല്ലോണം പിടിച്ച് നിൽപ്പുണ്ട്. ഇപ്പം ഇത് ഹൈബ്രിഡ് സീഡുകൾ നമ്മൾ ഇവിടുത്തെ ഈശ്വടാ കണ്ടോ, ഇത് എന്തൊക്കെയോ അതിനിടയ്ക്ക് തുറന്ന് തിന്നു തുടങ്ങി. CM സൊല്യൂഷൻ അടുത്ത റൗണ്ട് അടിക്കാൻ ഒരു പ്രാവശ്യം അടിച്ചുള്ളൂ കേട്ടോ. അപ്പം അടുത്ത റൗണ്ട് അടിക്കേണ്ട സമയമായി. എന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കർഷക മീറ്റ്. അപ്പം അന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അന്ന് തന്നെ അടിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞടിച്ചില്ല. അതിലും മുറ്റി തുടങ്ങിയിട്ടാ പയർ. ഇതിലും കണ്ടോ നിറയെ കായ്ക്കണ ഹൈബ്രിഡ് ഇനം വിത്തുകളാണ് അവൻ കൊണ്ടുവന്നത്. ഈ ആസാമിലെ സീഡുകൾ ഭയങ്കര പ്രസിദ്ധമാണ് അവിടുത്തെ ഈ ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇവിടത്തേക്ക് കിളിക്കുന്നു. പിന്നെ ഭയങ്കര വിലയാണ് അവരുടെ നാട്ടിൽ ഈ സീഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 300 രൂപ, കുറച്ച് തന്നെ 300 രൂപയ്ക്ക്. ഇതെല്ലാം ഉള്ളി നട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പം 300 രൂപ അത്രയൊക്കെ തന്നെ ആവും ചെറിയ സീഡുകൾക്ക്. കുറച്ച് അതിനൊക്കെ ഇത്ര ഗ്രാംസൊക്കെ കിട്ടുള്ളൂ. അപ്പം ഇതേണ്ട കണ്ടോ നിൽക്കണത് പയറിങ്ങനെ കൊല കുത്തി കായ്ച്ച് നിൽക്കണ പയറാണ്. അപ്പം ഇതേ മുറ്റിയത് നോക്കി നമുക്ക് പറിച്ച് പോവാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യമെങ്കിലും കുറച്ച് പയർ കൊടുക്കാൻ കാണുമായിരിക്കും. മുറ്റി മുരടിക്കാണ്ട് നിന്നേ 2 ദിവസത്തിനകത്ത് പറിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് പയർ കൊടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നതും സംഭവിക്കുന്നതും ഓരോരോ കാര്യങ്ങളാണല്ലോ ഈ പറയുന്ന കണക്ക്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ നമ്മൾ നടുന്നതും വിളയിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അധികം ഓവറായിട്ടുള്ള പ്രതീക്ഷകളൊന്നും നല്ലതല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമൽ അവന് എനിക്ക് ഈ ചീരയുടെ ഭ്രാന്തും ഈ കൃഷിയുടെ ഭ്രാന്തും ഉള്ളതുകൊണ്ട് അവൻ ഒരു ലോഡ് ചീരയുടെ വിത്ത് വാങ്ങിക്കൊണ്ടുവന്ന് നട്ടതാണ്. എന്നിട്ട് 5-6 ചീരയെ പൊടിച്ചോളൂ എന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് എല്ലാ ദിവസവും വഴക്കാണ്. ഈ നിങ്ങളുടെ നാട്ടിലെ വിത്ത് കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അവരുടെ നാട്ടിൽ ഈ ഹൈബ്രിഡ് സീഡ്സ് യൂസ് ചെയ്തിട്ടുള്ള കൃഷിയേ ഉള്ളൂ. അതല്ലാണ്ട് നാടൻ ഇനം എന്ന് പറയുന്നത് വളരെ കുറച്ചേ അവർ അവിടെ സ്ഥിരം കൃഷിക്കാരങ്ങനെ നാടൻ ഇനം എന്നുള്ളതിനെപ്പറ്റി അവർ ചിന്തിക്കാറേ ഇല്ല. അവർ കൂടുതൽ വിളവ് എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ നാടൻ വിത്തിനങ്ങൾ പ്രിസർവ് ചെയ്യുന്നത് അതൊന്നും അവരുടെ ഇതിലേ ഇല്ല. അപ്പം അങ്ങനെ നാടൻ ഇനങ്ങൾ പറ്റി ഞാൻ പറയുമ്പോഴൊക്കെ അവൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, നല്ല വിളവ് കിട്ടണമെങ്കിൽ ഇത് അങ്ങനെ വെക്കണം ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയും. അപ്പം മാത്രമല്ല ചീരയൊക്കെ ഇങ്ങനെയല്ല. ഇവരുടെ നാട്ടിൽ എപ്പോഴും ഈ സ്ഥലം ഇങ്ങനെ വെറുതെ ഇടാത്തതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് പറ്റുമെന്ന് വെച്ചാൽ കൃഷി. അപ്പം സ്ഥലം ഉള്ള ആളാണെങ്കിൽ കൃഷി ചെയ്യും. ഇല്ല വെറുതെ സ്ഥലം കിടക്കുന്ന ആളാണെങ്കിൽ എന്ന് പറയണത് വെച്ചാൽ സ്ഥലം വെറുതെ ഉപയോഗിക്കാതെ കിടക്കുന്ന കേസുകളില്ല. മനസ്സിലായോ? അപ്പം പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്താണ്, വളരെ കുറച്ചല്ലേ കൃഷിയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ അങ്ങനെ ചുറ്റാതെ ഒന്നും അങ്ങനെ കൃഷി അങ്ങനെ ഇല്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടബാധ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇത്യാദി സാധനങ്ങളൊക്കെ വരുമ്പം ഒരുപാട് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ തീറ്റ.
അപ്പം ഒരുപാട് കിട്ടും ചാഴിയൊക്കെ. അപ്പം ഇവിടെ എന്ത് നട്ട് കഴിഞ്ഞാലും അത് തിന്നിട്ട് പോകാൻ ആൾക്കാർ ഒരുപാടും. ഈ എല്ലാം വന്ന് നമ്മൾ ഒരിടത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ എന്നുവെച്ചാൽ മണ്ണിൽ കൃഷി ചെയ്യുവാണെങ്കിൽ അവിടെ തന്നെ ആയിരിക്കും ചുറ്റാകെയുള്ള കാട്ടിൽ നിന്നുള്ള എല്ലാ ചാഴികളും വന്ന് കൊത്തിപ്പറക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കീടനിയന്ത്രണം വേണ്ടി വരും. അപ്പോൾ അവരുടെ നാട്ടിൽ അങ്ങനെയല്ല. അവരുടെ നാട്ടിലാണെങ്കിൽ വളരെ കുറച്ച് കണ്ടിന്യൂസ് കൃഷി, സ്ഥലങ്ങളൊന്നും വെറുതെ ഇടാതെ കണ്ടിന്യൂസ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലോണം ഭയങ്കര കീടനിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല അവർ യൂസ് ചെയ്യുന്ന മരുന്നുകൾ, ആ മരുന്നുകൾ നമ്മുടെ നാട്ടിലുള്ളത് പോലല്ല. അവിടെ അവർ പറയുന്നത് വെച്ചാൽ അവൻ പറയുന്നത് വെച്ചാൽ വളരെ കുറച്ച് 100 രൂപയുടെ മെഡിസിൻ ഞങ്ങൾ വാങ്ങി അടിച്ചു കഴിഞ്ഞാലും പിന്നെ ഒരു ആഴ്ചത്തേക്ക് കീര വരില്ല എന്നുള്ളതാണ്. അപ്പം അവൻ്റെ കണ്ണിൽ നമ്മുടെ നാട്ടിലുള്ള ഈ ജൈവ കീടനാശിനികളെല്ലാം അട്ടർ വേസ്റ്റാണ്. കാരണം നിങ്ങളുടെ നാട്ടിലുള്ള എത്ര കീടനാശിനി അടിച്ചു കഴിഞ്ഞാലും കീരകൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അവൻ്റെ ഭാഷ്യം. അത് ശരിയാണ്. കാരണം വെച്ചാൽ ഇത്രയും കീടനിയന്ത്രണത്തിന് പറ്റിയ മെഷേഴ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് കീടങ്ങളും നമ്മുടെ ജൈവ കീടനാശിനിയിൽ അടിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. പിന്നെ ചാമ്പലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ തന്നെയും എത്രയെന്ന് പറഞ്ഞ് നമ്മൾ ചാമ്പലിടും. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റേതായ പ്രാക്ടിക്കൽ ഉള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ CM സൊല്യൂഷൻ പോലുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നിട്ട് റിസൾട്ട് ഉണ്ടാവണത്. നല്ല റിസൾട്ട്. ഇതൊരു ജൈവ സൊല്യൂഷനാണ്, പക്ഷെ ഭയങ്കര റിസൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആശാൻ ഹാപ്പിയായിരുന്നു. നിറച്ച് കാ പിടിച്ച് നിൽക്കുമ്പോൾ, നിറച്ച് പൂവും നിറച്ച് കായും പിടിച്ച് നിൽക്കുമ്പോഴേക്കും ഇത് മൊത്തത്തിൽ ഈ മുഞ്ഞ വന്ന് തിന്നിട്ട് പോയി. അവൻ ഒന്നും പറിക്കാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറിക്കിട്ടിയല്ലോ എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആശ്വാസം. പിന്നെ എൻ്റെ കുറേ മുറ്റി തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ മുറ്റി തുടങ്ങിയതെല്ലാം ഞാൻ പറിക്കുന്നുണ്ട്. ഇത് ഒരുപാട് നീളമില്ലാത്ത കുറ്റിപ്പയറാണ്. ഞാൻ കുറേ വിത്തുകൾ ആശാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, വെള്ളത്തിലിടാനായിട്ട്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ വിത്തുകൾ കൊടുത്തിട്ട് ഹരിതാശ്രയം മീറ്റിന് കിട്ടിയാണ് എല്ലാം വെള്ളത്തിലിട്ട് വെക്കണം. നമുക്ക് ഓരോ ഇതായിട്ട് തടപ്പയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തടപ്പയറൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ടായിരുന്നേ, നമ്മുടെ അവിടെയൊക്കെ വെറുതെ വാങ്ങി ചീര നട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് അവിടുത്തെ കാര്യം. അവിടെയാണെന്ന് വെച്ചാൽ സ്ഥിരം കൃഷിയുള്ളത് കൊണ്ട് അവിടെ എന്ത് നട്ട് കഴിഞ്ഞാലും ചുറ്റാകെ എല്ലായിടത്തും കൃഷിയുള്ളത് കൊണ്ട് തന്നെ ഭയങ്കരമായി കീടനിയന്ത്രണം ചെയ്യണ്ട. പിന്നെ യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസറുകളെല്ലാം അവർ നല്ല സ്ട്രോങ് ഫെർട്ടിലൈസറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. പക്ഷേ നമ്മുടെ ഇവിടെയാണെങ്കിൽ അങ്ങനെ സ്ട്രോങ് ഫെർട്ടിലൈസർ യൂസ് ചെയ്യാൻ നമ്മൾ മടിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ പിന്നെ ഈ ചീരയൊക്കെ അങ്ങനെ വളരാത്തതിനും കാര്യമുണ്ട്. ചീരയൊക്കെ നമ്മൾ എപ്പോഴും ചീര വിത്ത് എപ്പോഴും കുതിർത്തിട്ട് വേണം നമ്മൾ നടാൻ. ഇപ്പം ഹരിതശ്രീയിൽ പോയപ്പോൾ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഡിസ്കഷൻ പോലെ. അപ്പം പുള്ളി വന്ന ആ ഒരു സാറ് പറയുന്നുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ എപ്പോഴും ചീര വിത്ത് നിങ്ങൾ കുതിർത്തിട്ട് വേണം എടുത്തിട്ട് നോക്കാൻ. ഒരിക്കലും നമ്മൾ ഉറുമ്പ് കൊണ്ടുപോയില്ല എന്നേ. അപ്പം ചീര വിത്തുകൾ അങ്ങനെ ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുതിർത്തിട്ട് തന്നെ നടേണ്ടി അതായിട്ടുണ്ട്. ഇവരുടെ അവിടെ അങ്ങനെ ഒരു ശീലമില്ല. അവർ ചിലതൊക്കെ കുതിർത്തിട്ട് നടുള്ളൂ. അപ്പം ആ കൂട്ടത്തിൽ ചീരവിത്ത് ഇല്ല എന്ന് തോന്നുന്നു. എന്തായാലും കുതിർത്തിട്ട് നടുന്ന കാര്യം ഞാൻ ഇപ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആശാൻ അങ്ങനെ നടാന്നൊക്കെ പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് നിന്ന് ചീരവിത്ത് എടുത്തിട്ട് പോയത്. ചിലപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും ഊന്നിയിട്ടേ ഉണ്ടാവുള്ളൂ. ഞാനപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മഞ്ഞളടിച്ച പാവയ്ക്കകൾ അതൊക്കെ അങ്ങ് പറിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാവയ്ക്കൊക്കെ നല്ല ഡിമാൻഡാണ് വീട്ടിൽ. എന്ന് വെച്ചാൽ പാവയ്ക്ക, ഇതിൻ്റെ ഇടയ്ക്ക് കുറ്റിപ്പയറല്ല, ചെറുതായിട്ട് ഈ പടരുന്ന സൈസ് കൊച്ചു പയറുകൾ, അത് നന്നായിട്ട് കായ്ക്കുന്നതാണേ, അതുമുണ്ട്. അപ്പോൾ ആ സാധനങ്ങൾ പറിക്കാനായിട്ടാണ് നോക്കിയത്. കാരണം അത് വെറുതെ കിടന്നില്ലെങ്കിൽ മുറ്റി ഇത് വല്ലതും തിന്നിട്ട് പോവും. പാവൽ കയറി പടർന്ന സ്ഥലം കൊള്ളാം എന്തായാലും. നമ്മുടെ മുരിങ്ങയുടെ മണ്ടയിൽ അതാവുമ്പം അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ആർക്കും കയറാനും പറ്റില്ല. പാവലിന് സേഫായിട്ട് പടരുകയും ചെയ്യാം. നമുക്കങ്ങനെ പറിക്കാനും പറ്റൂല. ആകെ ഇതാണ്.
കണ്ടോ, നമ്മുടെ പാവലൊക്കെ പടർന്ന് കിടക്കുന്നതാണേ ഇത്. കണ്ടോ, ഇതിൻ്റെ മണ്ടയിലൊക്കെ മുറ്റിയതുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധിച്ച് നിന്ന് നോക്കി പറിക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ പയറിൻ്റെയും ഈ പാവലിൻ്റെയൊക്കെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ നിന്ന് പറിക്കണം. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ നന്നായി കായ്ക്കുന്ന പയർ ഇങ്ങനെയാണ് കേട്ടോ. പയർ കായ്ച്ച് കിടക്കുന്ന, നിറയെ കായ്ച്ച് കിടക്കുന്ന പയർ നമ്മുടെ. ഇന്ന് ഇത്രയും പറിച്ചു കേട്ടോ, കുറച്ച് ഒരു തോരനും ഒക്കെ ഉള്ളത് പറിച്ചു.